പ്രിയമുള്ളവരെ നമസ്കാരം. അഖിൽ മാരാരെ കുറിച്ച് നമുക്കറിയാം. നവമാധ്യമങ്ങളിലൂടെ സുപരിചിതനാണ് അദ്ദേഹം. മാത്രമല്ല ബിഗ് ബോസിലൂടെ പ്രസിദ്ധനായിട്ടുള്ള നല്ലൊരു കലാകാരനായിട്ടുള്ള അഖിൽ മാരാർ. ആ അഖിൽ മാരാർ എല്ലാ വിഷയങ്ങളിലും പൊതു വിഷയങ്ങളിൽ നവമാധ്യമങ്ങളിലൂടെ പ്രതികരിക്കുന്നു അല്ലെങ്കിൽ ഇടപെടലുകൾ നടത്തുന്നു എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള വസ്തുത തന്നെയാണ്. പക്ഷേ നമ്മുടെ രാജ്യം നേരിട്ട വലിയൊരു ഭീകരാക്രമണം, പഹൽഗാമില് സഞ്ചാരികളായിട്ടുള്ള നിരവധി ആളുകളെ നിർദാക്ഷിണ്യം വകവരുത്തി അല്ലെങ്കിൽ വെടിവെച്ചു കൊന്ന പാകിസ്ഥാൻ പിന്തുണയോടുകൂടിയിട്ടുള്ള ഭീകര ആക്രമണം, ആ ഭീകരാക്രമണത്തിനെതിരായിട്ട് ശക്തമായിട്ട് 15 ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യ പ്രതികരിക്കുമ്പോൾ വ്യക്തമായിട്ട് ആസൂത്രണം ചെയ്ത് കൃത്യമായ അജണ്ടയോട് കൂടിയിട്ട് പാകിസ്ഥാന്റെ ഭീകര താവളങ്ങൾ ഒന്നൊന്നായിട്ട് തെരഞ്ഞ് ആക്രമിച്ച് ഭീകരവാദികൾക്ക് കനത്ത തിരിച്ചടി നൽകുമ്പോൾ അത് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിനെതിരായിട്ട് എന്നതിലുപരി നാം കാണേണ്ടത് ഭീകരവാദികൾ നടത്തിയ ആക്രമണത്തിന് മതത്തിന്റെ പേരിൽ കലിമ ചൊല്ലാൻ അറിയാത്ത ആളുകളെ തെരഞ്ഞുപിടിച്ച് മതം നോക്കി അവരുടെ പേര് ചോദിച്ച് അവരുടെ വിശ്വാസം പരിശോധിച്ച് വെടിവെക്കുമ്പോൾ, അവരെ കൊലപ്പെടുത്തുമ്പോൾ ആ വിവരം മോഡിയോട് പോയി പറയൂ എന്ന് ഭീകരവാദികൾ പറയുമ്പോൾ അത് രാജ്യത്തിന്റെ ആത്മാഭിമാനത്തിന് ഏറ്റ പരുക്കാണ്. അത് ആത്മാഭിമാനത്തിന് വരുത്തിയ നാണക്കേട്, നമ്മുടെ ക്ഷീണം എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് രാജ്യം അതിനെതിരായിട്ട് പ്രതികരിക്കുവാൻ വേണ്ടിയിട്ട്, അതിനെതിരായിട്ട് കൃത്യമായിട്ട് തീവ്രവാദികൾക്ക്, ഭീകരവാദികൾക്ക്, മത തീവ്രവാദികൾക്ക് കൃത്യമായി മറുപടി പറയുവാൻ വേണ്ടിയിട്ട് തയ്യാറാകുമ്പോൾ ഭാരതത്തിൻ്റെ മുഴുവൻ രാഷ്ട്രീയ സംവിധാനങ്ങളും, മുഴുവൻ സംസ്ഥാന സർക്കാരുകളും, മുഴുവൻ പൗരന്മാരും ഒറ്റ സ്വരത്തിൽ ഒറ്റ കെട്ടായിട്ട് ഈ രാജ്യത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ പിന്നിൽ അണിനിരന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അങ്ങനെ രാജ്യത്തിൻ്റെ സുസ്ഥിരതയ്ക്ക് വേണ്ടിയിട്ട്, നമ്മുടെ നാടിൻ്റെ ഐക്യത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ മുഴുവൻ പൗരന്മാരും ഭീകരവാദികൾക്ക് മറുപടി നൽകണം എന്ന കേന്ദ്ര സർക്കാരിൻ്റെ ആശയത്തിന് പിന്തുണ നൽകി, ആ തീരുമാനത്തിന് പിന്തുണ നൽകിക്കൊണ്ട് ഉറച്ചു നിൽക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു സ്റ്റാർ വാല്യൂ ഉള്ള അല്ലെങ്കിൽ സമൂഹത്തിൽ 10 പേർ അറിയപ്പെടുന്ന അഖിൽ മാരാരെ പോലുള്ള ആളുകൾ വന്നിട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അങ്ങേയറ്റം അപലനീയമായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങേയറ്റം മ്ലേച്ഛമായിട്ടുള്ള പ്രവർത്തനമാണ് എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. അഖിൽ മാരാർക്ക് കൃത്യമായിട്ട് രാഷ്ട്രീയമുണ്ടെന്നും അഖിൽ മാരാർ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയം എന്തു രാഷ്ട്രീയമാണ് എന്നുള്ളതും മലയാളികളായിട്ടുള്ള, കേരളീയരായിട്ടുള്ള ഏതൊരു മനുഷ്യനും അറിവുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അഖിൽ മാരാർ മുന്നോട്ട് വയ്ക്കുന്ന ഈ രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യത്തിൽ നിന്നുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള കുപ്രചരണത്തെ അത് അർഹിക്കുന്ന അവഗണനയോട് കൂടിയിട്ട് കേരളത്തിന്റെ മലയാളി സമൂഹം തള്ളിക്കളയും എന്നുള്ള യാഥാർത്ഥ്യം എനിക്ക് കൃത്യമായിട്ട് നാം തിരിച്ചറിയേണ്ടതായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ഭാരതം എന്തിനെതിരായിട്ടാണ് പോർമുഖം തുറന്നത്, എന്തിനെതിരായിട്ടായിരുന്നു ഭാരതം തിരിച്ചടി പ്രഖ്യാപിച്ചത്? അത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു ഭൂപ്രദേശം കീഴ്പ്പെടുത്തണമെന്നുള്ള ലക്ഷ്യം മുന്നോട്ട് വച്ചിട്ടായിരുന്നു, അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ രാജ്യത്തിന്റെ ഭരണകൂടത്തെ പരാജയപ്പെടുത്തി ആ രാജ്യത്തിന്റെ ഭരണം പിടിച്ചെടുക്കണം എന്നുള്ള ലക്ഷ്യം മുന്നോട്ട് വച്ചിട്ടായിരുന്നു. മറിച്ച് ആ രാജ്യത്തിന്റെ പിന്തുണയോടുകൂടിയിട്ട് നടക്കുന്ന ഭീകര പ്രവർത്തനത്തെ എന്നേക്കുമായിട്ട് മണ്ണോട് മണ്ണു ചേർക്കും എന്നുള്ള പ്രഖ്യാപിത ലക്ഷ്യത്തിന്റെ പേരിലായിരുന്നു. ഈ വിഷയത്തെക്കുറിച്ച് അഖിൽ മാരാരെ പോലുള്ള ഒരാളിന് അറിയാഞ്ഞത് കൊണ്ടല്ല, മറിച്ച് അറിയാമായിരുന്നിട്ടും തൻ്റെ സ്വാർത്ഥമായിട്ടുള്ള രാഷ്ട്രീയ ലാക്കിന് വേണ്ടിയിട്ട്, രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടിയിട്ട് അവസരോചിതമായിട്ട് വിഷയം മുന്നോട്ട് വെച്ച് പൊതുസമൂഹത്തിന്റെ ഇടയിൽ രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുക, രാജ്യം മുന്നോട്ട് വെച്ച ആ ലക്ഷ്യത്തെ സമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കുക, ഈ ഒറ്റ ഉദ്ദേശത്തിലാണ് അഖിൽ മാരാർ ഇന്നലെ ആ വീഡിയോ പുറത്തിറക്കിയത്. ആ വീഡിയോ പൊതുസമൂഹം
അവഗണിച്ച് തള്ളിക്കളയേണ്ട ഒരു വീഡിയോ തന്നെയാണ്. ഇത്തരത്തിലുള്ള അപസ്വരങ്ങളെ സമൂഹത്തിൽ നാം എന്നും ഒറ്റപ്പെടുത്തേണ്ടതാണ്. കാരണം ഭീകരതയ്ക്കെതിരായിട്ടുള്ള സന്ധിയില്ലാത്ത പോരാട്ടം അത് നമ്മുടെ രാജ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ താൽക്കാലിക വെടിനിർത്തൽ പറയുമ്പോഴും ഭീകരത ആവർത്തിച്ചാൽ അതിർത്തി കടന്നു വരുന്ന ഭീകരവാദത്തെ തിരിച്ച് അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്നും ഈ വെടിനിർത്തൽ ഒരു ലിഖിതമായിട്ടുള്ള വ്യവസ്ഥയല്ല എന്നും ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു വെടിനിർത്തൽ മാത്രമാണെന്നും അതിന് ഭീകരവാദത്തിന്റെ തുടർച്ചയുണ്ടായാൽ കനത്ത തിരിച്ചടി നൽകുമെന്നും വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ രാജ്യം പറയുമ്പോൾ ആ രാജ്യത്തിന്റെ തീരുമാനത്തോട് ഏതൊരു പൗരനും ഐക്യപ്പെടേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടതായിട്ടുള്ള ബാധ്യതയാണുള്ളത്. ആത്മാർത്ഥതയുള്ള ദേശസ്നേഹമുള്ള ഏതൊരു പൗരനും അതുമാത്രമാണ് സാധിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ആഗ്രഹിച്ചത്. പരമാവധി ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ നൽകുകയും ചെയ്യണമെന്ന അഭ്യർത്ഥന കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.